മുതിർന്ന CPM നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ തന്റെ 80-ാം വയസ്സിലാണ് വിടവാങ്ങുന്നത്. തെക്കൻ കൊൽക്കത്തയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു അന്ത്യം. ബാലിഗഞ്ച് ഏരിയയിലെ 2 മുറികളുള്ള ചെറിയ സർക്കാർ അപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഏറെ നാളായി COPDയും മറ്റ് വാർദ്ധക്യസഹജമായ രോഗങ്ങളും കാരണം ചികിത്സയിലായിരുന്നു ഭട്ടാചാര്യ. ആരോഗ്യ പ്രശ്നങ്ങളാൽ 2015-ൽ അദ്ദേഹം PB കേന്ദ്ര കമ്മിറ്റി സ്ഥാനങ്ങൾ ഒഴിഞ്ഞിരുന്നു. ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്ന ബംഗാളിൽ ജ്യോതി ബസുവിന്റെ പിൻഗാമിയായി 2000-ലാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. 2001-2006 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തിയ അദ്ദേഹം നിരവധി വിപ്ലവകരമായ മാറ്റങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി. കാർഷിക വിപ്ലവം കാരണം സമൃദ്ധമായ ബംഗാളിൽ വ്യാവസായിക വിപ്ലവത്തിലൂടെ വലിയ മാറ്റം കൊണ്ടുവരാനും ഇതുവഴി യുവാക്കളെ ആകർഷിക്കാനും ബുദ്ധദേവ് ലക്ഷ്യമിട്ടു. ഇതിനുവേണ്ടി നിരവധി സ്വകാര്യ കമ്പനികളെ അദ്ദേഹം സംസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തു. ഭരണത്തിന്റെ ആദ്യ 5 വർഷങ്ങളിൽ IT രംഗത്തെ അടക്കം മുന്നേറ്റം ബുദ്ധദേവിനും സർക്കാരിനും കയ്യടി നേടിക്കൊടുത്തു. കൊൽക്കത്തയ്ക്കടുത്ത് നിർമ്മിച്ച ടൗൺഷിപ്പുകളും ജനങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു. 2004-ൽ UPA സർക്കാരിലേക്ക് സംസ്ഥാനത്തു നിന്നും നിരവധി MPമാരെ സംഭാവന ചെയ്തത് അദ്ദേഹത്തിന്റെ ഭരണമികവായിരുന്നു. 2006-ൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ മടങ്ങിയെത്തിയെങ്കിലും ബുദ്ധദേവിനെ കാത്തിരുന്നത് വലിയ പ്രതിസന്ധികളായിരുന്നു. ബംഗാളിൽ നന്ദിഗ്രാമിൽ കർഷകരുടെ ഭൂമി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി പതിച്ചു നൽകിയ നടപടി വൻ പ്രതിഷേധ സമരങ്ങൾക്കിടയാക്കി. തുടർന്ന് 2007 മാർച്ച് 14-ന് നന്ദിഗ്രാമിൽ സമരക്കാർക്ക് നേരെ നടന്ന പോലീസ് വെടിവയ്പിൽ 14 പേർ കൊല്ലപ്പെട്ടു. ഇത് തൃണമൂലിന്റെയും മമതയുടെയും ഉയർച്ചയ്ക്ക് വഴിവെച്ചു. തുടർന്ന് 2011-ൽ നീണ്ട 11 വർഷത്തെ ഭരണത്തിന് പിന്നാലെ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് മുഖ്യമന്ത്രി കസേര നഷ്ടമാവുകയായിരുന്നു. 2 പതിറ്റാണ്ടിലേറെക്കാലം മന്ത്രിയായിരുന്നുവെങ്കിലും ലാളിത്യമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. മുഖ്യമന്ത്രിയായിരിക്കെ വലിയ ബംഗ്ലാവുകൾ സ്വീകരിക്കാതെ ബാലിഗഞ്ചിലെ 2 മുറി ഫ്ളാറ്റിലായിരുന്നു ബുദ്ധദേവിന്റെ താമസം. കൊൽക്കത്തയുടെ തിയേറ്ററുകളിൽ നാടകവും സിനിമയും കാണാൻ അധികാരത്തിന്റെ ജാടകളില്ലാതെ എത്തിയിരുന്ന അദ്ദേഹം ശ്രദ്ധേയമായ സാഹിത്യ പഠനങ്ങളും വിവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.